വളരെയധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. സഖാവ് ഇ.കെ. നായനാർ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇത്രയും വേദന അത്യധികം തോന്നിയത് VS-ൻ്റെ വിയോഗമാണ്. വളരെയധികം വിഷമമുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ഒരു അനാഥത്വം നമുക്ക് തോന്നുന്ന രീതി. ഇന്നലെ രാത്രി നമ്മളോട് സംസാരിച്ച ഒരു 7 വയസ്സുകാരനുമായി മകനുമായി വന്ന ഒരു അച്ഛൻ പറഞ്ഞതാണ്, VS മരിക്കുമ്പോൾ ഒരു അനാഥത്വം തോന്നുന്നു എന്ന് പറയുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് VS-ൻ്റെ ഒരു വേർപാടിന് എങ്ങനെയാണ്? VS-നെ സംബന്ധിച്ചിടത്തോളം VS-ന് സമമായിട്ട് VS മാത്രം. അത് ഈ വഴിയോരങ്ങളിൽ പരിശോധിക്കപ്പോൾ അറിയാം. ഈ നിൽക്കുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരല്ല, VS-നെ സ്നേഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും VS ഒരു അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും നേതാവാണ്. ഇത്രയധികം ഉറച്ച നിലപാടെടുക്കുവാൻ വേണ്ടി VS-നെ പോലെ സമമായിട്ട് VS മാത്രം വരൂ. VS എടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ആയിരിക്കവും പ്രതിപക്ഷ നേതാവായിരിക്കപ്പോഴും ഒരു VS-ൻ്റെ പ്രാരംഭകാല പ്രവർത്തനം മുതൽ പരിശോധിക്കുമ്പോൾ ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, നമ്മളെപ്പോലെ യുവ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം VS ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് മരിച്ചു എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ആൾ കൂടിയാണ്. കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് വരും തലമുറയ്ക്ക് പാഠമാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് VS. അതുതന്നെയാണ് VS-നെ കുറിച്ച് പറയാനുള്ളത്. VS-നെ കാണുവാൻ വേണ്ടി ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ 90-95 വയസ്സായവരും പ്രായമായവർ വരെ അതേപടി VS-നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ വലിയായിട്ട് ചെറിയ കുട്ടികളെ വലുതായിട്ട് ആ മനുഷ്യൻ വലിയ മനുഷ്യനാണ്, ചെറുതല്ല. നമ്മൾ നോക്കി വലുതായിട്ടും സ്നേഹവും ബഹുമാനമുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും നല്ല ചിരിച്ചോണ്ടിരിക്കണേ ആ മുഖമാണ് വലുത്. നമുക്കെപ്പോഴും കാണാം ഇൻക്ലാബ് സിന്ദാബാദ്, അത് നമുക്കെപ്പോഴും കാണാം. ഇങ്ങനെ നിരവധി ആരെ കാണാനാണ് വന്നിരിക്കുന്നത്? VS-നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ VS-ന് എന്താണ് ഇത്ര ഇഷ്ടം? എന്താണ്? VS ഒരു നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. VS നല്ലൊരു വിപ്ലവകാരിയായിരുന്നു. VS മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നുന്നു. എന്താ അങ്ങനെ വിഷമം തോന്നാൻ കാര്യം? ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ മരിച്ചു പോയപ്പോൾ അതിൻ്റെ ഒരു വിഷമം. ഇത്രയും ചെറിയ കുട്ടികളടക്കം VS-നെ കുറിച്ച് അവർ കേട്ടിരിക്കുന്നത് അതാണ്, അവർ പഠിച്ചിരിക്കുന്നത് അതാണ്, മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്പെക്ട്രം വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൽ ഒതുങ്ങിയില്ല, ഒരു ട്രേഡ് യൂണിയൻ നേതാവിൽ ഒതുങ്ങിയില്ല, അല്ലേ? യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയിൽ ഒതുങ്ങിയില്ല എന്നൊരു മനുഷ്യനെ പറ്റി പറയേണ്ടി വരിക. അതെ, ഒരു മുഖ്യമന്ത്രിയിൽ ഒതുങ്ങിയില്ല. അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ അത് അത്രയും വൈവിധ്യമുള്ളതായിരുന്നു. ഒരു പരിസ്ഥിതി വിഷയങ്ങളൊക്കെ എനിക്കറിയില്ല ഇത്രയും മുമ്പ് അദ്ദേഹത്തിന് പാർട്ടി അച്ചടക്കം ലംഘിച്ച് അദ്ദേഹത്തിന് ആദ്യത്തെ പാർട്ടി നടപടി നേരിടുന്നത് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൻ്റെ കാലത്താണ്. അപ്പോൾ അന്ന് മുതൽ സൈലന്റ് വാലി, മതികെട്ടാൻ അടക്കമുള്ള പരിസ്ഥിതി വിഷയങ്ങൾ, മൂന്നാർ അടക്കമുള്ള വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, സ്ത്രീകൾക്കെതിരായ സ്ത്രീ പീഡനങ്ങൾ, ഇതെല്ലാം തന്നെ ഏറ്റെടുക്കുന്നതിന്, വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിന്, പിന്നെ അഴിമതിക്കെതിരായ കുരിശുയുദ്ധമാണ് പിന്നെ കണ്ടത് കേരളത്തിൽ. അങ്ങനെ VS-നെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ കഴിയും. അങ്ങനെ വലിയ റേഞ്ചുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ സ്പെക്ട്രം അത്രയും വലുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കിനി കുറച്ച് പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രമുഖരായ പലരുടെയും പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടി പോകാമെന്ന്